ഹലോ എവ്രി വൺ. അപ്പൊ നമ്മുടെ +1 കോമേഴ്സ് ഫാമിലി ആയിരുന്നവർ ഇപ്പോൾ +2 കോമേഴ്സ് ഫാമിലി ആയിരിക്കുന്നു. അപ്പം എല്ലാവരും വളരെ ഹാപ്പി ആണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അവസാനത്തെ ഒരു സ്കൂളിംഗ് ടൈമിലെ ഒരു അവസാനത്തെ ഘട്ടത്തിലേക്കാണ് നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇനി ഇങ്ങനെ ഒരു സ്കൂൾ ലൈഫ് ഇല്ല നിങ്ങൾക്ക്. അപ്പം +2 എത്തി വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്നതിന്റെ കൂടെ തന്നെ എന്തൊക്കെ നമുക്ക് +2 പഠിക്കാനുണ്ട് എന്നൊരു ഐഡിയ നിങ്ങൾ കൊണ്ടുവരുന്നത് വളരെ നല്ലതാണ്. കാരണം നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ മിസ് ഡീൽ ചെയ്യുന്ന സബ്ജക്റ്റ് ആണ് ബിസിനസ് സ്റ്റഡീസ്. അപ്പോൾ ബിസിനസ് സ്റ്റഡീസിൽ ഞാൻ മാത്രമല്ല, മിസ്സിന്റെ കൂടെ അനസിയ മിസ്സും കാണും. അപ്പോൾ രണ്ടുപേരും കൂടെ ആയിരിക്കും ബിസിനസ് സ്റ്റഡീസ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. +1 നമ്മുടെ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ടുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മൾ രണ്ടുപേരും തന്നെ ആയിരുന്നു +1 പഠിപ്പിച്ച്. അതുപോലെ തന്നെ +2 നിങ്ങൾക്ക് ഞങ്ങൾ തന്നെ ആയിരിക്കും ബിസിനസ് സ്റ്റഡീസ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് +1 എക്സാം ഒക്കെ എഴുതിയത് കൊണ്ട് നിങ്ങൾക്ക് ഏകദേശം അറിയാം എങ്ങനെയാണ് ബിസിനസ് സ്റ്റഡീസ്, അല്ലെങ്കിൽ ഏതൊരു സബ്ജക്ട് എടുത്താലും എങ്ങനെ ആ സബ്ജക്റ്റിനെ ഡീൽ ചെയ്യണം എന്നുള്ള ഐഡിയ ഏകദേശം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം +2 നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലൊക്കെ തന്നെയാണോ ഈ ബിസിനസ് സ്റ്റഡീസ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഉദ്ദേശിക്കുന്ന പോലൊക്കെ തന്നെയാണ്, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ചാപ്റ്റേഴ്സ് മാറ്റമുണ്ട്, പക്ഷെ കുറച്ചും കൂടെ എന്താണ് നിങ്ങൾക്ക് ഡേ ടു ഡേ ലൈഫിൽ കാണാനും നിങ്ങൾ കുറേയൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കുറേയൊക്കെ റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. +1 നമ്മൾ കുറേ ബേസിക് സാധനങ്ങൾ നമ്മൾ പഠിച്ചു. +2 കുറച്ചും കൂടി ഇംപ്ലിമെന്റ് ചെയ്യുന്ന പോലത്തെ സാധനങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പം പ്രാക്ടിക്കലി നമുക്ക് ഇനി ഫ്യൂച്ചറിലൊക്കെ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ തിയററ്റിക്കലി പഠിക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് ആണ് ബിസിനസ് സ്റ്റഡീസ്. നിങ്ങൾക്ക് ഒരിക്കലും ബോർ അടിക്കത്തില്ല. ഇപ്പൊ തിയറി ഇഷ്ടമുള്ള കുഞ്ഞുങ്ങൾക്കും തിയറി ഇഷ്ടമില്ലാത്ത കുഞ്ഞുങ്ങൾക്കും ഒക്കെ ഒരുപോലെ സെറ്റ് ആക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ്, അല്ലെങ്കിൽ നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ് ബിസിനസ് സ്റ്റഡീസ്. ഓക്കെ, അപ്പൊ നമ്മൾ 3 ടേം ആയിട്ടാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത്: ടേം 1, ടേം 2 ആൻഡ് ടേം 3. ഓക്കെ, അപ്പൊ ടേം 1 എന്ന് പറയുന്നത് നമ്മുടെ ഓണപരീക്ഷയ്ക്ക് മുന്നേ വരെ നമ്മൾ, അല്ലെങ്കിൽ ഓണപരീക്ഷയ്ക്ക് മുന്നേ കവർ ചെയ്യുന്ന ചാപ്റ്റേഴ്സ് ആണ്. 5 ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ കവർ ചെയ്യുന്നത്. അതായത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് എന്നീ മാസങ്ങളിൽ നമ്മളിത് കവർ ചെയ്ത് പോകേണ്ടതായിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. ഫസ്റ്റ് ചാപ്റ്റർ നേച്ചർ ആൻഡ് പർപ്പസ് ഓഫ് മാനേജ്മെന്റ്. അത് അത്യാവശ്യം വലിയ ചാപ്റ്റർ ആണ്. ഇൻട്രൊഡക്ഷൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിയ ചാപ്റ്റർ ആണ്. 6 മാർക്ക് വെയിറ്റേജ് വരുന്നതാണ്. ഓക്കെ, അപ്പം അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഫസ്റ്റ് ചാപ്റ്റർ ഒന്ന് സ്കിപ്പ് ചെയ്യരുത്. ഓണപരീക്ഷയ്ക്കൊക്കെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നായിരിക്കും. രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. കുറച്ച് പ്രിൻസിപ്പിൾസ്, ഫയോളിന്റെ ഒക്കെ കുറച്ച് പ്രിൻസിപ്പിൾസ് ഒക്കെ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അത് 7 മാർക്കിനാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഷോർട്ട് എസ്സേ ഒക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നും ഷോർട്ട് എസ്സേ ഒക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. മൂന്നാമത്തെ ചാപ്റ്റർ ആണ് ബിസിനസ് എൻവയൺമെന്റ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയൊരു കുട്ടി ചാപ്റ്റർ. അതുകൊണ്ട് തന്നെ 4 മാർക്കിന്റെ വെയിറ്റേജ് ആണ് ഇവിടെ വരുന്നത്. 4 മാർക്കേ ഉള്ളൂ, പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, സ്കിപ്പ് അടിക്കാം എന്ന് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ തെറ്റി. കാരണം എപ്പോഴും 2 മാർക്കിന് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് സ്ഥിരം ചോദിക്കുന്നതാണ്. അതിപ്പോൾ ഫസ്റ്റ് ടേം ആയിക്കോട്ടെ, സെക്കൻഡ് ടേം ആയിക്കോട്ടെ, തേർഡ് ടേം ആയിക്കോട്ടെ, എല്ലാ പ്രാവശ്യവും മെയിൻ എക്സാമിനൊക്കെ ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് ബിസിനസ് എൻവയൺമെന്റ്. പഠിച്ചിട്ടേ പോകാവുള്ളൂ. നാലാമത്തെ ചാപ്റ്ററാണ് പ്ലാനിങ്. എല്ലാവരും പ്ലാൻ ചെയ്യുന്നത് അല്ലേ? +2 കയറിയിട്ട് ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, +2 കഴിഞ്ഞിട്ട് അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കുറേ പ്ലാനിങ്ങുള്ള അല്ലേ? ട്രിപ്പ് പോകണം, അവിടെ പോകണം, ഇവിടെ പോകണം എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നതാണ്. അതുപോലൊക്കെ തന്നെ പക്ഷെ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ നടക്കുന്ന കുറച്ച് പ്ലാനിങ്. നിങ്ങൾ ഇനി ഫ്യൂച്ചറിലൊരു ഫ്യൂച്ചർ ഓൺടർപ്രിനേഴ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിനും 6 മാർക്കാണ് വരുന്നത്. ഒരു ഷോർട്ട് എസ്സേ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അഞ്ചാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഓർഗനൈസിങ്. ഓക്കെ, നമ്മൾ ടേബിളൊക്കെ ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെക്കുന്ന പോലെ തന്നെ ബിസിനസ് ഒരു അറ്റ്മോസ്ഫിയറിൽ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പൊ അതൊക്കെ എന്തെല്ലാം എന്ന് നമ്മൾ അറിയും. അപ്പം ആദ്യത്തെ നിങ്ങൾ നോക്കിയാൽ മതി, ഈ ഫസ്റ്റ് ടേമിൽ 3ാമത്തെ ചാപ്റ്റർ ഒഴിച്ച് ബാക്കി എല്ലാ ചാപ്റ്ററിൽ നിന്നും നമുക്ക് ഷോർട്ട് എസ്സേസും അല്ലാതെ 2 മാർക്കിനും 4 മാർക്കിനും ഒക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ വരുന്ന ചാപ്റ്റേഴ്സ് ആണ്. ഒരിക്കലും മിസ് ഔട്ട് ചെയ്യരുത്. ഓക്കെ, നമുക്ക് സ്ഥിരമായിട്ട് വരുന്ന ഒരു സാധനമാണ്. നമ്മൾ ക്ലാസ് ഒക്കെ തുടങ്ങി കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു ഫസ്റ്റ് ചാപ്റ്റർ അല്ലെങ്കിൽ സെക്കൻഡ് ചാപ്റ്റർ അടിപൊളിയായിട്ട് നമുക്കറിയാം. കാരണം അന്നേരം വരെ നമ്മൾ പഠിക്കും, അത് കഴിഞ്ഞിട്ടാണ് ഉഴപ്പുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ ഉഴപ്പ് വിചാരിക്കരുത്. ഫസ്റ്റ് ടേം മൊത്തത്തിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്. സെക്കൻഡ് ടേം വരുമ്പം കുറച്ചും കൂടെ മാർക്ക് വെയിറ്റേജ് കൂടുന്ന സാധനങ്ങളാണുള്ളത്. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ക്രിസ്മസ് എക്സാമിന് മുന്നേ വരെയുള്ള പോർഷനാണ്. അതിനും നമ്മുടെ ഫസ്റ്റ് ടേം ചോദിക്കുന്നതാണ് കേട്ടോ. 6ാമത്തെ ചാപ്റ്ററായ സ്റ്റാഫിംഗ് ഉണ്ട്. സ്റ്റാഫിംഗ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. 9 മാർക്ക്. അതുകൊണ്ട് തന്നെ നമുക്ക് ലോങ് എസ്സേസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാം. 8 മാർക്കിന്റെ. 7ാമത്തെ ചാപ്റ്ററാണ് ഡയറക്റ്റിംഗ്. 11 മാർക്കിനും. അതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഇതിൻ്റെ അത് ടാസ്ക് എന്ന് പറയാനായിട്ട് ആകെ ഒരൊറ്റ
ചാപ്റ്റർ ഉള്ളത്. എനിക്ക് തോന്നുന്നു അത് നിങ്ങളുടെ സീനിയേഴ്സ് ഒക്കെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അത് പക്ഷേ ഒരു ടാസ്ക് അല്ല, പുതിയ കുറെ ടേംസ് നിങ്ങൾ പഠിക്കുന്നുള്ളതുകൊണ്ട് അത് ഏത് ചാപ്റ്റർ ആണെന്ന് മിസ് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അപ്പം ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ 11 മാർക്ക് വരും. അതായത് ലോങ് എസ്സേയും വരും, അതുപോലെ തന്നെ നമുക്ക് ഷോർട്ട് എസ്സേയും എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും. 8ാമത്തെ ചാപ്റ്റർ കൺട്രോളിംഗ് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബിസിനസ് എൻവയറൻമെന്റ് പറഞ്ഞ പോലെ ഒരു ചാപ്റ്റർ ആണ്. അതിനകത്ത് കുറച്ച് ഡിലീറ്റഡ് പോർഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ 4 മാർക്കിനായിരിക്കും അത് ക്വസ്റ്റ്യൻ വരുന്നത്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ കൺട്രോളിംഗിൽ നിന്ന് വരാതിരുന്നിട്ടില്ല, 2 മാർക്സിനൊക്കെ സ്ഥിരം ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതൊക്കെ എന്റെ കുഞ്ഞുങ്ങൾ പഠിച്ചിട്ടേ പോകാവുള്ളൂ. ഓക്കെ, ഒരു ചാപ്റ്റർ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾ അതിൽ നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ ക്ലാസ്സസ് റെഗുലർ ആയിട്ട് അറ്റൻഡ് ചെയ്ത് നിങ്ങളത് പഠിക്കുക. ഓക്കെ, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പാടാണ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് മനസ്സിലാവുന്നില്ല എന്നൊക്കെ കുറെ പേര് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ നിങ്ങളെ ആദ്യമേ പേടിപ്പിക്കുന്നതല്ല, ജസ്റ്റ് അവെയർ ആവാൻ വേണ്ടി പറഞ്ഞതാണ്. അതിൻ്റെ അകത്ത് കുറെ നമ്മൾ ഇതുവരെ കൊമേഴ്സിലൊന്നും കേട്ടിട്ടില്ലാത്ത കുറെ വാക്കുകൾ, കുറച്ച് വലിയ വാക്കെന്നൊക്കെ നമുക്ക് തോന്നും, പക്ഷെ പാവങ്ങളാ, ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ തന്നെയാണ്. പേരൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര വലുതായിട്ടൊക്കെ തോന്നും. അതൊന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, എല്ലാം റെഡിയാക്കി തരാം. ഓക്കെ, അത് 10 മാർക്കിന് ചോദിക്കും. എല്ലാ കുഞ്ഞുങ്ങളും അത് സ്കിപ്പ് ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ്. പക്ഷെ സ്കിപ്പ് ചെയ്യരുത്. ഇപ്പൊ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും 10 മാർക്കിന്റെ വെയിറ്റേജ് ആണ്. അപ്പൊ നിങ്ങൾക്ക് 8 മാർക്കിനുള്ള എസ്സേസ് ഒക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. എപ്പോഴും ഓപ്ഷണൽ എസ്സേ ഒക്കെ വരുന്നത് ഇതാണ്. മറ്റേ എസ്സേ നിങ്ങൾക്ക് വൃത്തിക്ക് അറിയത്തില്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് എഴുതി നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ പറയുന്ന പോലെ നല്ല കറക്റ്റ് പോയിന്റുകൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എഴുതിയാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ യൂട്യൂബിൽ ക്ലാസ് ഒക്കെ എടുത്ത സമയത്ത് നമ്മൾ കുറെ കുഞ്ഞുങ്ങൾ പറഞ്ഞായിരുന്നു ഇത് സ്കിപ്പ് ചെയ്യുന്നു. പക്ഷെ എന്നാലും അവസാന നിമിഷത്തിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ച് പോയതുകൊണ്ട് അവർക്കത് നന്നായിട്ട് എഴുതി അവർക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യരുത്, നന്നായിട്ട് പഠിക്കുക. 10ാമത്തെ ചാപ്റ്ററാണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ്. നല്ല വലിയൊരു ചാപ്റ്ററാണ്. അപ്പൊ നിങ്ങൾ ഓർക്കും ഭയങ്കര പാടായിരിക്കുന്നു. നെവർ. ഈ ഒരു മാർക്കറ്റിംഗ് മാനേജ്മെന്റ് മാർക്കറ്റിംഗ് റിലേറ്റ് ചെയ്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് കുറേ എക്സാമ്പിൾസ് ഒക്കെ ആയിട്ടായിരിക്കും മിസ് വരുന്നത്. മിസ്സാണ് ആ ചാപ്റ്റർ പഠിപ്പിക്കുന്നത്. അപ്പോൾ കുറേ നമ്മൾ എപ്പോഴും കാണുന്ന നമ്മുടെ പല പരസ്യങ്ങളും ഒക്കെ കാണുമല്ലോ. അപ്പം അതിനെയൊക്കെ റിലേറ്റ് ചെയ്ത് അതൊക്കെ വെച്ച എക്സാമ്പിൾ ഒക്കെ വെച്ചായിരിക്കും മിസ് പഠിപ്പിക്കുന്നത്. അപ്പം മാർക്കറ്റിംഗ് മാനേജ്മെന്റ് 12 മാർക്കിന് വരും, ഉറപ്പാണ്. എസ്സേ ഉറപ്പാണ്. ഓക്കെ, അപ്പം അതുകൊണ്ട് ഈ ഒരു എസ്സേ അല്ലെങ്കിൽ ഒരു 5 മാർക്സ് അല്ലെങ്കിൽ 4 മാർക്സിനൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. 11th ചാപ്റ്റർ നേരത്തെ ബിസിനസ് എൻവയറൻമെന്റും നമ്മുടെ കൺട്രോളിംഗ് ഒക്കെ പറഞ്ഞ പോലെ ഒരു കുട്ടിയൊരു ചാപ്റ്ററാണ്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. ഇത് നിങ്ങൾ എല്ലാവരും, നമ്മൾ കോമേഴ്സ് പഠിച്ചിരിക്കുന്നവരെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. അപ്പം അത് 4 മാർക്കിനായിരിക്കും വരുന്നത്. അതും നിസ്സാരക്കാരനായിട്ട് കാണരുത്. ചെറിയ ചാപ്റ്റേഴ്സിനൊന്നും നിസ്സാരക്കാരായിട്ട് കാണരുത്. കാരണം അവരുടെ ഒരു ഭാഗത്തിൽ നിന്ന് ഷുവർ ആയിട്ട് ക്വസ്റ്റ്യൻ വരും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്യരുത്. അങ്ങനെ നമ്മുടെ 11 ചാപ്റ്റേഴ്സ് നമ്മളിവിടെ കവർ ചെയ്തു അല്ലെ. ഇപ്പം ഏതൊക്കെ ചാപ്റ്ററാണ്, പേരുകളൊക്കെ വളരെ സിമ്പിളാണ്, വലിയ വലിയ പേരുകളൊന്നുമില്ല, ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പേരുകളൊക്കെ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഈ ഒരു ക്ലാസ്സുകൾ നമ്മൾ നേരത്തെ നിങ്ങളുടെ സീനിയേഴ്സ് ഒക്കെ അവർ റിക്വസ്റ്റ് ചെയ്ത പ്രകാരം നമ്മൾ ഗോദ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗോദ ബാച്ചിൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ഇപ്പൊ 2nd ചാപ്റ്റർ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി 3rd ചാപ്റ്ററിലോട്ട് കയറുന്നു. അപ്പം നമ്മൾ ആദ്യം തന്നെ കുറെ റിവിഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും എക്സാമിന് മുന്നേ തന്നെ നമ്മുടെ ബാച്ചിൽ. പക്ഷെ ലൈവിന്റെ സെഷൻ എന്ന് പറയുന്നത് നമ്മൾ ലിമിറ്റഡ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡൗട്ട് ക്ലിയറൻസ് സെഷൻ ഒന്നും അധികം നമുക്ക് ടൈം കിട്ടത്തില്ല. അതുകൊണ്ടാണ് നമ്മളൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങളുടെ എല്ലാവരും റിക്വസ്റ്റ് പ്രകാരം തന്നെയാണ് നമ്മൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് അതിന് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടി താഴെ കാണുന്ന ഈ നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ ഗോദ ബാച്ചിനെ പറ്റി ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ഒരു 11 ചാപ്റ്ററും പിന്നെ ബാക്കി സബ്ജക്ട്സിന്റെ ബാക്കി ചാപ്റ്റേഴ്സും ഒക്കെ അടിപൊളിയായിട്ട് നമുക്ക് ബാച്ചിലൂടെ നമുക്ക് പഠിക്കാം. ഇനി വരുന്ന നമ്മുടെ യൂട്യൂബ് ലൈവ്സിന്റെ ഒക്കെ ഓരോ അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. +1 നിങ്ങൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷെ +2 നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ എന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ലാസ്സിൽ വെച്ച് കാണാം. ബൈ.